ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാക്ക് നിന്നെ നാറ്റിക്കും. നമ്മുടെ തന്നെ സംസാരം നമ്മുടെ ജീവിതത്തെ വലിയ അപമാനത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാക്ക് വായി കിടക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവം ഉള്ളിലുള്ളവരാണെങ്കിൽ അവരുടെ നാവ് വായിൽ കിടക്കും. അതല്ല എങ്കിൽ അവർക്ക് നാവിനെ നിയന്ത്രിക്കാനോ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. ഒരു ഭർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ സുന്ദരിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ വാ തുറന്ന എല്ലാം പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിച്ചത് അവരുടെ സംസാരത്തിലെ ചില പ്രത്യേകതകൾ. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വൃത്തികെട്ട പാത്രത്തിൽ വിളമ്പി തന്നാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അതുപോലെയാണ്. കാര്യം ഒരുപാട് നന്മകളുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷേ ചില സംസാര രീതികൾ, ചില സംസാര ശൈലികൾ, ചില വാക്ക് ഉപയോഗിക്കുന്നതും പ്രയോഗിക്കുന്നതും അത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാക്കിന് നിന്നെ നാറ്റിക്കാൻ പറ്റും. അത് വരാതിരിക്കാൻ നമ്മുടെ സംസാരത്തെ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മത്തായി 26:52 എടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വാളെടുക്കുന്നവൻ വാളാലെ നശിക്കും. വാളെടുക്കുന്നവൻ, വാള് ഉറയിലിടുക. ഞാൻ പറഞ്ഞല്ലോ, നാക്ക് വായിൽ കിടക്കണം. ഇനി അതല്ലെങ്കിൽ അത് അപകടകാരിയാണ്. വാളെടുക്കുന്നവൻ വാളാലെ നശിക്കും. നമ്മൾ ഈ വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വാളായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് വചനം. ഹെബ്രായ ലേഖനം 4:12 അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറാൻ ശക്തിയുള്ളതുമാണ് കർത്താവിൻ്റെ വചനം. ഈ വചനത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് ജെറമ്യാ 23:29. കർത്താവിൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. അപ്പം വചനം വാളായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എഫേസസ് 6:17 വചനം കൂടി എടുത്താലോ, അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൻ്റെ വാളാകുന്ന വചനം അതെടുക്കണം. ആത്മീയ സമരത്തിൽ വിജയം വരിക്കാൻ ഈ വചനം നമുക്ക് ആവശ്യമാണ്. അതൊരു വാള് പോലെ. വാള് നമുക്കറിയാലോ, ശത്രുവിനെ നിഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നത് വാളാണ്. മറ്റ് സംവിധാനങ്ങളൊക്കെ ശത്രുവിൻ്റെ ദ്രോഹം ഏൽക്കാതിരിക്കാൻ, പടച്ചട്ട, ഹെൽമറ്റ്, ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫേസസ് 6:10 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 17 പറഞ്ഞിരിക്കുന്നത് വചനമാകുന്ന വാള് കയ്യിലെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം വാളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തേത്, നാക്ക് ഒരു വാളായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 28:18 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വാൾത്തല അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നാവുകൊണ്ട് നശിക്കപ്പെട്ടവർ അതിലേറെയാണ്. വാള് പോലെ നാക്കിന് പ്രവർത്തിക്കാൻ പറ്റും. വാളിനേക്കാൾ രൂക്ഷമായിട്ട് നമ്മുടെ നാക്കിനെ മുറിവേൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു പദമുണ്ട്, തേജോവധം. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ പറ്റും. അതാണ് അതിൻ്റെ സൂചന. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. സുഭാഷിതങ്ങൾ 12:18 അവിടെ പറഞ്ഞിരിക്കുന്നത്, വീണ്ടു വിചാരമില്ലാത്ത വാക്ക് അസ്ത്രം പോലെ തുളച്ചു കയറും. നമുക്കറിയാലോ, ഒരു അസ്ത്രം അതെങ്ങനെ മനുഷ്യ ശരീരത്തിലേക്ക് തുളച്ചു കയറും, ഇതുപോലെ വീണ്ടു വിചാരമില്ലാത്ത വാക്കിന് ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. സുഭാഷിതങ്ങൾ 15:14 വചനം എടുത്താൽ, വികടമായ വാക്ക് മനസ്സ് പിളർക്കും. ഇവിടെ സംസാരത്തിൽ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 28:13 അപവാദം പരത്തുന്നത് അത് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് പ്രഭാഷകൻ 28:25 വരുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കണം. ഇതിൽ കാശ് മുടക്കില്ലെന്ന് പറഞ്ഞ് തോന്നുന്നതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. വായി വരുന്നതെല്ലാം നമുക്ക് വിളിച്ചു പറയാൻ പറ്റത്തില്ല. അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മുറിവുകൾ സൃഷ്ടിക്കും. എന്നിട്ട് പറയാണ്, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നമ്മൾ കതകിനൊക്കെ പൂട്ട് ഇട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഉള്ളിലുള്ളവൻ്റെ നാക്ക് വായിൽ കിടക്കും. അതില്ലാത്തവർക്കാണ് ഈ സംസാരത്തിൽ ഒരു കൺട്രോളും ഉണ്ടാകാതെ വരിക. ജ്ഞാനമുള്ളവർ അവരുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. 1 കൊരിന്തോസ് 1:24 യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഈ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
നമ്മുടെ നാവ് നമ്മുടെ വായിൽ കിടക്കും. നമ്മൾ സംസാരിക്കരുതാത്തത് ഒരിക്കലും സംസാരിക്കത്തില്ല. പ്രഭാഷകൻ 20:6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിലർ നിശബ്ദരായിരിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല, പറയാൻ അറിയാത്തത് കൊണ്ടല്ല, മണ്ടന്മാരായതുകൊണ്ടല്ല, അവരിപ്പോൾ സംസാരിക്കേണ്ട സമയമല്ല എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട്. അത് ജ്ഞാനികളുടെ ഒരു സൂചനയായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. പ്രഭാഷകൻ 4-24 വചനം കൂടി എടുത്താലോ, ജ്ഞാനികളുടെ സംസാരത്തിൽ ജ്ഞാനം പ്രകടമാകും. വിഡ്ഢികളാണെങ്കിലോ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം. ഇംഗ്ലീഷിൽ പറയും, അവർ സാധാരണ പറയാറുള്ളത് ഡിസ്കണക്റ്റഡ് നോൺസെൻസ്. ഇനി അവർ പറയുന്നതിനകത്ത് അങ്ങനെ ഒരു തുമ്പും തരാലോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അവിടെ പറഞ്ഞ് ചിലർ പറയും, വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. ആ രീതിയിൽ സംസാരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ അവരെ വരുത്തി വയ്ക്കുന്ന അപകടം ചെറുതല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ നാവ് നിന്നെ നാറ്റിക്കും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണം. പ്രഭാഷകൻ 5:12 അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാതുറക്കരുത്. ഒരാൾ ഏറ്റു പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഭാര്യയെക്കുറിച്ച്, അതായത് ഭാര്യ വേശ്യയാണ്, അങ്ങനെയുള്ള സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കതിന് തെളിവുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തെളിയിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടായ അപമാനം വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സൂക്ഷിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ അത് നമ്മെ അപമാനത്തിലേക്ക് നയിക്കാം, നമ്മെ നാറ്റിക്കാം എന്നുള്ളത് മറക്കരുത്. സാധാരണ നമ്മൾ ഡോക്ടർമാരെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, നാക്ക് നീട്ടാൻ പറയും. വാ തുറന്ന് നാക്ക് നീട്ടുക. ലൈറ്റൊക്കെ അടിച്ച് ടോർച്ചൊക്കെ അടിച്ച് അവർ നോക്കും. ഒരാളുടെ നാവ് കണ്ടാൽ അവരുടെ രോഗത്തെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പകരാൻ എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ സംസാരം കൊണ്ട് ഒരു അനുഗ്രഹമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ട അഭിഷേകത്തിനായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.